നിർമ്മല കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റും സംയുക്തമായി നടത്തിയ HR കോൺഫറൻസ് പ്രമുഖ വ്യവസായി ജോയ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്തു. സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. കോതമംഗലം രൂപത മുൻ മേലധ്യക്ഷൻ ജോർജ് പുന്നക്കൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഫ്രഷ് ടു ഹോം മാനേജിംഗ് ഡയറക്ടർ മാത്യു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സൺറൈസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ പർവീൻ ഹസീഫ് സംരംഭക മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഡെൻകെയർ, ഡെന്റൽ ലാബ്, കിറ്റക്സ്, മെട്രോള സ്റ്റീൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ജീവ മുതലായ സംരംഭകരെയും മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റ് വ്യവസായികളെയും ചടങ്ങിൽ ആദരിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് കേരള ചാപ്റ്റർ ചെയർമാൻ ശ്രീ ജോൺസൺ മാത്യു, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ്, ബർസ റെവറന്റ് ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡിന്ന ജോൺസൺ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കോൺഫറൻസിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്ഥാപന മേധാവികളും വ്യവസായ സംരംഭകരും പങ്കെടുക്കും. 2ാം ദിനം പാനൽ ചർച്ചകളും സംവാദങ്ങളും നടക്കും. എംപ്ലോയീസിന് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കുറേശ്ശെ ഈ ടെക്നോളജി കൂടെ മാക്സിമം ഉപയോഗിക്കുക. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറേ ബെനിഫിറ്റ് കിട്ടും. അതിന് പിന്നാലെ ഫോളോഡ് ബൈ അടുത്ത ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ HR പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ വളരെ അലസമായിട്ട് വരുന്നവരുണ്ട്. ആ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന ഒരു എംപ്ലോയി ആ ജോലിക്ക് വരുന്നേക്കാൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിലേക്ക് വരുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, നല്ല സ്പാർക്കായിരിക്കണം, നല്ല ആറ്റിറ്റ്യൂഡായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഞാൻ കണ്ട പല കാര്യങ്ങളും എനിക്ക് പലതും പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്.